വിവരങ്ങളുമായി അരുൺ, ഇപ്പോൾ എന്തൊക്കെ നടപടികളാണ് അവിടെ പുരോഗമിക്കുന്നത്? ഹലോ അരുൺ, കേൾക്കാം. ഇപ്പോൾ ആംബുലൻസ് അങ്ങോട്ടേക്ക് എത്തുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് വിവരങ്ങൾ? മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്കാണ് ജോയിയുടെ മൃതദേഹം കൊണ്ടുപോയത്. ഇവിടെ നിന്ന് അവിടേക്ക് മാറ്റുകയാണ്. ഏതാണ്ട് 46 മണിക്കൂറിലധികം വെള്ളത്തിൽ കിടന്ന ശരീരമാണ്. നമ്മുടെ ഈ സ്കൂബ ഡൈവിംഗ് സംഘം സംസാരിച്ചപ്പോൾ പറഞ്ഞതുപോലെ ആദ്യഘട്ടത്തിൽ കാര്യമായ ഒഴുക്ക് ഇതിലില്ലായിരുന്നു. ആദ്യഘട്ടത്തിൽ കാര്യമായ ഒഴുക്കുണ്ടെങ്കിൽ പോലും വലിയ രീതിയിലുള്ള മാലിന്യമുണ്ട്. മാലിന്യം നീക്കുന്നതോടുകൂടി അവിടെ നിന്ന് ഒഴുകി ഈ ജോയിയുടെ മൃതദേഹം ഇന്ന് രാവിലെയോ അല്ലെങ്കിൽ ഇന്നലെയോ ഒക്കെ ഈ ഭാഗത്തേക്ക് മാറിയതാകാം. അത്തരമൊരു സംശയം ഉദ്യോഗസ്ഥർക്ക് നേരത്തെ ഉണ്ട്. അതുകൊണ്ടാണ് അർത്ഥത്തിലുള്ള പരിശോധനകൾ കൂടി നടത്തിയത്. ആ പരിശോധനകൾക്കൊടുവിലാണ് ഇന്ന് ഇവിടെ നമുക്ക് ആ ദൃശ്യങ്ങൾ സ്ഥലത്തേക്ക് പോകാനാകും. അതായത് ഇവിടെ ഈ സ്ഥലത്തേക്ക് പോകാനാകും. അതായത് ഇവിടെ ഈ ശ്രീത്രാപൂർ ഹോമിന് ശ്രീത്രാപ് ഹോമിന്റെ പിൻവശത്ത് ഈ ഭാഗത്ത് നമുക്ക് അവിടെയും അവിടുത്തെ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം എത്രത്തോളം മലിനമാണ് ഈ ആമേന്തുകൊണ്ട് ബാക്കി ഭാഗങ്ങൾ എന്നുകൂടി നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാം. അത്യന്തം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പൂർണ്ണമായും നിറഞ്ഞു കിടക്കുകയാണ്. ഒരുപക്ഷെ ഈ ഇങ്ങനെ മാലിന്യം കിടന്നുകൊണ്ട് തന്നെയാകാം ഇവിടെ നിന്ന് കൂടുതൽ ഭാഗത്തേക്ക് മൃതദേഹം ഒഴുകിപ്പോകാത്തത്. ഇവിടെ നിന്ന് കുറച്ചുകൂടി വ്യക്തമായ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാനാകുമെന്ന് കരുതുന്നു. എത്രത്തോളം മലിനമാണ്, ഒന്നും ഒഴുകിപ്പോകാൻ കഴിയാത്ത അത്ര തരത്തിലുള്ള മാലിന്യ മലയാണ് ഈ ആമേന്തുകൊണ്ട് പല ഭാഗത്തും. അത് ഏതെങ്കിലും തരത്തിൽ ചെറിയ രീതിയിൽ ഒഴുകി വരുന്ന മാലിന്യങ്ങളെല്ലാം ആളുകൾ ബോധപൂർവം ഇവിടെ കൊണ്ട് നിക്ഷേപിക്കുന്ന മാലിന്യങ്ങൾ. നമുക്ക് അതിന്റെ ആ ഒരു ദൃശ്യങ്ങളുടെ ഭീകരതയിലേക്ക് കൂടി പോകാം. ഈ ഭാഗം നമുക്ക് അവിടേക്ക് ഇപ്പോൾ വിനോദിന്റെ ക്യാമറ ആ ഭാഗത്തേക്ക് വരും. ഈ ദൃശ്യങ്ങൾ നോക്കൂ, എത്രത്തോളം മലിനമാണ്. ഒരു തുള്ളി വെള്ളം ഒഴുകിപ്പോകാൻ കഴിയാത്ത തരത്തിൽ ഇവിടെ മാലിന്യം അടിഞ്ഞുകൂടി കിടക്കുന്നു. വലിയ രീതിയിൽ വലിയ വീപ്പകളിലും മറ്റും മാലിന്യം കൊണ്ട് ഇവിടെ തള്ളുന്ന ദൃശ്യങ്ങളുണ്ട്. അത് നമുക്ക് കാണാം. ഇതിന്റെ അവസാനം ഈ മാലിന്യമലയുടെ അപ്പുറത്ത് കുറച്ചു ഭാഗത്ത് വെള്ളം കെട്ടി നിൽക്കുന്ന കാണാനാകുന്നുണ്ട്. ആ വെള്ളം ആ ഭാഗത്താണ് ജോയിയുടെ മൃതദേഹം ഒഴുകിയെത്തി നിന്നത്. അതിനപ്പുറത്തേക്ക് പോകാൻ കഴിയുമായിരുന്നില്ല. അത്രയധികം മാലിന്യമാണ് ഇവിടെ, അത്രയധികം മാലിന്യ മലയാണ് ഇവിടെ. ഒരു മാലിന്യം പറയാൻ കഴിയും. എത്രത്തോളം ഭീകരമാണ് ഈ കാഴ്ചകൾ നോക്കുക. തലസ്ഥാന നഗരവാസികൾ എന്താണ് ഈ തലസ്ഥാന നഗരത്തോട് തന്നെ ചെയ്യുന്നത്? സ്വാഭാവികമായും മാലിന്യം നീക്കുന്നതിൽ നഗരസഭയ്ക്ക് വീഴ്ച വന്നിട്ടുണ്ടാകാം, റെയിൽവേക്ക് വീഴ്ച വന്നിട്ടുണ്ടാകും. പക്ഷേ എങ്ങനെ ഈ മാലിന്യങ്ങൾ ഇത് എത്തപ്പെടുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്നുമില്ലാതെ എല്ലാം ഒരു വീട്ടിലുണ്ടാകുന്ന എല്ലാ സാധനങ്ങളും, ഒരു വ്യാപാര സ്ഥാപനത്തിലെ എല്ലാ മാലിന്യങ്ങളും, അത് ഭക്ഷണ അവശിഷ്ടങ്ങളാകാം, ഇറച്ചി മാലിന്യങ്ങളാകാം, അതുപോലെ തന്നെ മറ്റേ എല്ലാ അവശിഷ്ടങ്ങളും കൊണ്ട് തള്ളാൻ ഒരു മാലിന്യ നിക്ഷേപിക്കുന്ന ഒരു ഗോഡൌൺ എന്ന പോലെ അല്ലെങ്കിൽ അത്ര ഒരു മൈതാനത്തെന്ന പോലെ ഒരു ജലവാഹിനി അല്ലെങ്കിൽ ഒരു നദിയിൽ ഇത്ര അധികം ഒഴുക്കുള്ള ഒരു ജലാശയത്തിലാണ് മാലിന്യങ്ങൾ ഈ തരത്തിൽ തലസ്ഥാനവാസികൾ കൊണ്ടു തള്ളുന്നത്. അതിന് കൂലിക്ക് ആളെ വെച്ച് മാലിന്യങ്ങൾ നീക്കം ചെയ്ത് ഇത്തരം ജലാശയങ്ങൾ ഇടുന്ന ആളുകളുണ്ട്. അല്ലാതെ വീടുകളിൽ നിന്ന്, ഇതിന് ചുറ്റും പരിസരങ്ങളിൽ നിരവധി വീടുകളുണ്ട്. ആ വീടുകളിൽ നിന്ന് മാലിന്യങ്ങൾ നേരെ വലിച്ചെറിയാനുള്ള 100-200 രൂപ മാസം കൊടുത്ത് നഗരസഭയുടെ സംവിധാനങ്ങളിൽ ഏൽപ്പിക്കാതെ പകരം ഇങ്ങനെ വലിച്ചെറിയുന്ന ആളുകൾ നമുക്കറിയാം. ഈ ഭാഗത്ത് ആമേന്തുകൊണ്ട് മറ്റൊരു ഭാഗമാണ്, നേരത്തെ കണ്ട ദൃശ്യങ്ങൾക്ക് മറുഭാഗമാണ്. അവിടെ മാലിന്യങ്ങൾ തടയാൻ വേണ്ടി ഒരു സംവിധാനം നഗരസഭ ചെയ്തിട്ടുണ്ട്. അവിടെ മാലിന്യങ്ങൾ തടഞ്ഞു നിൽക്കുന്നു. അതിനപ്പുറത്തേക്ക് കുറച്ചുകൂടി തെളിഞ്ഞ അല്ലെങ്കിൽ കുറച്ചുകൂടി വെള്ളത്തിന് ഒഴുക്കുണ്ട്. പക്ഷേ വീണ്ടും കുറച്ചപ്പുറത്തെത്തുമ്പോൾ വീണ്ടും അവിടെ മാലിന്യങ്ങൾ അടിഞ്ഞു കിടക്കുന്നു. അതായത് ഓരോ പോയിന്റിലും കൃത്യമായ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നു നഗരവാസികൾ. എല്ലാ മാലിന്യങ്ങളും നിക്ഷേപിക്കുന്ന സ്ഥലമായി ഇത് മാറിയിരിക്കുന്നു. ആ ദുരന്തം തന്നെയാണ് ഒരുപക്ഷെ ജോയിക്കുമുണ്ടായത്. ഇത് പണ്ടുള്ളതുപോലെ ഒരു നല്ല രീതിയിൽ ഒഴുകുന്ന ഒരു തോടായിരുന്നുവെങ്കിൽ നഗരത്തിന്റെ 70%, അതായത് നഗരത്തിലുണ്ടാകുന്ന ഡ്രെയിനേജ് വെള്ളത്തിന്റെ, അതായത് ഒഴുകി വരുന്ന വെള്ളത്തിന്റെയും മഴവെള്ളത്തിന്റെയും ഒക്കെ 70% കടലിലേക്ക് എത്തിക്കുക എന്ന ഉത്തരവാദിത്തം പതിറ്റാണ്ടുകളായി ഈ ആമേഴഞ്ചാൻ തോടാണ് നിർവഹിക്കുന്നത്. ആമേൻ തോടിലൂടെയാണ് വെള്ളം കടലിലേക്ക് എത്തിച്ചേർന്നത്. എന്തുകൊണ്ട് ഇപ്പോൾ നഗരം വെള്ളത്തിൽ മുങ്ങുന്നു? എന്തുകൊണ്ട് നഗരത്തിൽ ഇത്തരത്തിൽ മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടുന്നതിന്റെ കാരണം ഇത് തന്നെയാണ്. ഇത്തരത്തിൽ ഈ വെള്ളം ഒഴുകിപ്പോകേണ്ട ആമേഴഞ്ചാന്റെ വഴികളെ ഈ രീതിയിൽ വെള്ളം തടഞ്ഞു നിർത്താനുള്ള നഗരവാസികളുടെ ശ്രമമാണ്. നോക്കൂ, എത്ര ഭീകരമാവിധമാണ് അവിടെ. എത്ര ഒരു ഏകദേശം ഈ തോട്ടിന്റെ അത്രയും പൊക്കത്തിൽ തന്നെ അവിടെ മാലിന്യങ്ങൾ കൊണ്ട് ചാക്കുകളിലാക്കി തള്ളിയിരിക്കുന്നു. ആര് ആണ് ഇതിനെ അനുമതി നൽകിയത്? ആരാണ് ഇത്തരം കാഴ്ചകൾ കാണുമ്പോഴും കണ്ണടച്ചിരുന്നത്? സ്വാഭാവികമായും മാലിന്യം കളയാൻ മറ്റു വഴിയില്ലാത്തപ്പോൾ ആളുകൾ ഇത് തള്ളുക ആ രീതിയിൽ ഒരു ക്രിമിനൽ കുറ്റമാണെങ്കിൽ പോലും അത് ചെയ്യുക സാധാരണമാണ്. പക്ഷേ ഇത് ഇത്ര നാൾ കണ്ടിൽ നടിച്ചത് ആരാണ്? ഈ
ഇത്രയധികം ജനവാസ മേഖലകളിൽ ഇത്രയധികം സ്ഥാപനങ്ങളുള്ള ഈ മേഖലയിൽ എങ്ങനെയാണ് ഇത്രയധികം മാലിന്യങ്ങൾ ഈ ആമഴഞ്ചാൻ തോടിന്റെ കൈവഴികളിൽ ഈ ആമഴഞ്ചാൻ തോടിൽ കൊണ്ട് നിക്ഷേപിച്ചു എന്ന ചോദ്യമാണ് ഏറ്റവും പ്രസക്തം. നമ്മൾ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് തലസ്ഥാനത്ത് വലിയ മഴയുണ്ടായപ്പോൾ നഗരം വെള്ളത്തിൽ മുങ്ങിയപ്പോൾ കണ്ണമ്മൂല ചെന്നലോട് ഭാഗത്തെ ആമഴന്തോടിന്റെ അവസ്ഥ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. അവിടെ നമ്മൾ കണ്ടതിലും ഭീതിതമാണ് ഇവിടുത്തെ കാഴ്ചകൾ, അതിലും ഭീകരമാണ് ഇവിടെ കാഴ്ചകൾ. എങ്ങനെ ഇവിടെ വെള്ളം ഒഴുകിപ്പോകും? എന്തുകൊണ്ട് ഒരു ചെറിയ മഴ പെയ്താൽ തലസ്ഥാനം വെള്ളത്തിൽ മുങ്ങും? ഇപ്പോൾ ആരോ അവിടെ ഈ മാലിന്യങ്ങളൊക്കെ കുത്തി നീക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ അത്ര എളുപ്പമല്ല. ഒരുപക്ഷെ ഇത്രയും ദിവസം ഈ രണ്ട് ദിവസത്തിലേറെ തമ്പാനൂർ റെയിൽവേ പ്ലാറ്റ്ഫോമിന്റെ അവിടെ ആ ടണലിന്റെ ഭാഗത്ത് ചെയ്തതിനേക്കാൾ കൂടുതൽ അധ്വാനം ഇവിടെ വേണ്ടിവരുമെന്ന് ഉറപ്പാണ്. ഇത് ഈ ഒരു ഭാഗത്തെ മാത്രം കാഴ്ചയല്ല ശ്രുതി. ആമഴഞ്ചാൻ തോട് എവിടെയൊക്കെ കടന്നു പോകുന്നുണ്ടോ അവിടെയെല്ലാം ഇത് തന്നെയാണ് കാഴ്ചകൾ, അത് തന്നെയാണ് അവസ്ഥ. ഇതുകൊണ്ട് തന്നെയാണ് തലസ്ഥാനം വെള്ളത്തിൽ മുങ്ങുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് ജോയി എന്ന ഒരു മനുഷ്യൻ തൊടാൻ പോലും മറക്കുന്ന ഈ വെള്ളത്തിലിറങ്ങി മണിക്കൂറുകളോളം ജോലി ചെയ്യേണ്ടി വന്നത്, അവിടെ അദ്ദേഹം ജീവൻ നഷ്ടപ്പെടേണ്ടി വന്നത്. ആ മനുഷ്യനെ രക്ഷിക്കാൻ ഒന്നും നോക്കാതെ, ഒരു തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും നോക്കാതെ, എല്ലാം അവഗണിച്ചുകൊണ്ട് എത്ര ഉദ്യോഗസ്ഥരാണ് ഫയർഫോഴ്സിന്റെ സ്കൂബ ഡൈവിംഗ് സംഘം തുടങ്ങി നേവി വരെയുള്ള ഉദ്യോഗസ്ഥർ എത്രയധികം മണിക്കൂറുകളാണ് ഈ മാലിന്യ വാഹിനിയിൽ ഇറങ്ങി നിന്ന് ഒരു ജീവൻ രക്ഷിക്കാൻ ശ്രമിച്ചത്. അത് ആ ഒരു അവസ്ഥ ഉണ്ടാക്കുന്നത് ഈ ഭരണകൂടങ്ങളെ, നഗരസഭയെ, റെയിൽവേ ഒക്കെ നമുക്ക് വിമർശിക്കാമെങ്കിലും അതിന്റെ പ്രധാന ഉത്തരവാദികൾ ഈ തലസ്ഥാന നഗരവാസികളാണ്. അല്ലെങ്കിൽ ഇവിടെ നിന്ന് വലിയ രീതിയിൽ സമ്പാദ്യമുണ്ടാക്കുന്ന ഇവിടുത്തെ വ്യവസായികളാണ്. പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിലെയൊക്കെ അറവ് മാലിന്യങ്ങൾ ഉൾപ്പെടെ മറ്റ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉൾപ്പെടെ എവിടെ പോകുന്നു? എല്ലാം ഈ ആമഴഞ്ചാൻ തോടിനെ നിക്ഷേപിക്കുകയാണ്. എങ്ങനെ ഒന്ന് കണ്ടിട്ട് ചേട്ടാ? ഇവിടെ കണ്ടൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായി പോകും. ഇത് മേലുണ്ടാകരുതെന്ന് പറയുന്നതാണ്. ഈ സർക്കാർ നഗരസഭയൊക്കെ ഇത് മാറ്റാം, പക്ഷേ ഇങ്ങനെ കൊണ്ട് തള്ളുന്നവർ എന്ത് ചെയ്യണം? തള്ളുന്നതിന് ശിക്ഷ കൊടുക്കണം. കണ്ടില്ല എങ്ങനെ ഇവിടെ എങ്ങനെ വെള്ളം ഒഴുകി പോകുന്നു? വെള്ളം പോകാൻ ഒരു വഴിയില്ല. പിന്നെ അത് കൊണ്ടിടുന്നവർക്ക് ഫൈൻ അടിച്ചു കൊടുക്കണം, അത്രേ ഉള്ളൂ. വേറെ കാര്യമൊന്നും കണ്ടില്ലേ മാലിന്യം കിടക്കുന്നത്? എങ്ങനെ തോന്നുന്നു? കണ്ടിട്ട് എന്ത് തോന്നുന്നു? നമ്മുടെ വീട്ടിലൊക്കെ ഇങ്ങനെ ഒരു സ്ഥലത്ത് കൊണ്ട് ആളുകൾ ഇടുകയല്ലേ? ഇടില്ല, വളരെ ബുദ്ധിമുട്ടാണ് ഇങ്ങനെ കൊണ്ടുവരുന്നത്. ഇന്നലെ കഴിഞ്ഞ ദിവസം ഈ അപകടം നടക്കുമ്പോൾ തന്നെ ഇത്തരത്തിൽ മൃതദേഹം ഇവിടേക്ക് അല്ലെങ്കിൽ ജോയി ഇവിടേക്ക് ഒഴുകി വരാം എന്ന തരത്തിലുള്ള സൂചനകൾ ഉദ്യോഗസ്ഥർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ നേരത്തെ നിരീക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. നിരീക്ഷണങ്ങളുടെ ഭാഗമായുള്ള പരിശോധനകൾ ഉണ്ടായിരുന്നു. രാവിലെയും ഈ